എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ഫുക്കറ്റ് ഡൽഹി വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ടു എന്ന സാധ്യത തള്ളി വിദഗ്ധർ എന്നാണ് വാർത്ത. വിമാനത്തിന്റെ ക്യാപ്റ്റൻ ലഹരി ഉപയോഗിച്ച പോലെയാണ് പെരുമാറിയതെന്ന് ക്യാബിൻ ക്രൂ അംഗത്തിന്റെ പരാതി വന്നിട്ടുണ്ട്. അതോടൊപ്പം സമാന അപകടങ്ങൾ ആവർത്തിക്കരുതെന്ന് വിമാന കമ്പനികൾക്ക് വ്യോമയാന മന്ത്രാലയം കർശനമായ മുന്നറിയിപ്പും നൽകി. ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്, ഈ പരിശോധനയിൽ, വൈദ്യപരിശോധനയിൽ ഈ വ്യക്തി, ഈ പൈലറ്റ് കഞ്ചാവ് അടിച്ചിരുന്നു എന്ന് തെളിഞ്ഞു എന്നാണ് വാർത്ത പുറത്തു വന്നത്. ഒന്ന് ആലോചിക്കൂ, ഇത്രയധികം ആളുകളുമായി യാത്ര ചെയ്യുമ്പോൾ ഇവൻ കഞ്ചാവ് അടിച്ചിട്ടാണ് ആ കോക്പിറ്റിൽ കയറിയതെന്നാണ് പറയുന്നത്. ഇത്രയും ആളുകളുടെ ജീവൻ വെച്ചാണ് അവൻ പന്താടിയത്. ഈ എയർ ഇന്ത്യ നമുക്കൊക്കെ അഭിമാനമായിരുന്നു, പക്ഷേ ഇപ്പോൾ അപമാനമായി മാറുന്നു എന്ന് പറയേണ്ടി വരും. ഈ അഹമ്മദാബാദിൽ ഒരു അപകടം നടന്നിട്ടും എയർ ഇന്ത്യ പഠിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ രാഷ്ട്രത്തിലെ ജനങ്ങളോട് അവർക്ക് എത്രത്തോളം ഉത്തരവാദിത്തമുണ്ടെന്ന് ചോദിച്ചു പോവുകയാണ്. വാർത്തയിലേക്ക്. ഫുക്കറ്റ് ഡൽഹി വിമാനം അപകടത്തിൽപ്പെട്ടതിൽ പൈലറ്റ് ഇൻ കമാൻഡിന് കുരുക്ക് മുറുകുകയാണ്. രണ്ടാം ലഹരി പരിശോധനയിലും പോസിറ്റീവായ എയർ ഇന്ത്യ വിമാനത്തിന്റെ ക്യാപ്റ്റനെതിരെയാണ് വിമാന കമ്പനിക്ക് ക്യാബിൻ ക്രൂ അംഗം പരാതി നൽകിയത്. വിമാനം ഉയരം നഷ്ടപ്പെടുമ്പോൾ പൈലറ്റ് കോ പൈലറ്റിന്റെ സീറ്റിന് പിന്നിൽ നിൽക്കുകയായിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സഹ പൈലറ്റാണ് വിമാനം സ്ഥിരതയിലെത്തിച്ചത്. വിമാനം ആകാശത്ത് വെച്ച് 300 അടി താഴേക്ക് പതിച്ചതിൽ വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനങ്ങളിലെ തകരാറും പരിശോധിക്കുന്നുണ്ട്. ക്യാപ്റ്റന്റെ ലഹരി ഉപയോഗവും അപകടവും തമ്മിൽ ബന്ധമുണ്ടായേക്കില്ല എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അതേസമയം വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ടു എന്ന സാധ്യതയും വിദഗ്ധർ തള്ളി. അപകടത്തിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണം തുടരുകയാണ്. അന്വേഷണ സംഘം നൽകുന്ന പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടിയുണ്ടാകും. സാങ്കേതിക, പ്രവർത്തന, മെഡിക്കൽ, മനുഷ്യപ്പിഴവ് ഘടകങ്ങളും പരിശോധിക്കുകയാണ്. സമാന അപകടങ്ങൾ ആവർത്തിക്കരുത് എന്ന കർശന മുന്നറിയിപ്പ് രാജ്യത്തെ വിമാന കമ്പനികൾക്ക് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം നൽകി. സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഉപയോഗവുമായി ബന്ധപ്പെട്ട DGCA ചട്ടങ്ങൾ പുനഃപരിശോധിക്കുമെന്നാണ് വിവരം. ജനം, ഡൽഹി.